ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് കാണാനായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഇന്നത്തെ വിഷയം കൊയിലാണ്ടി കക്കൂസ്. ഈ പെണ്ണ് നമ്മുടെ ദയാ സുജിത്തിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് അവിടെ കിടന്ന് താടിത്തുള്ളുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇരുന്ന് ചിരിച്ചില്ലേ, അവസരോചിതമായ ഉപയോഗിക്കൽ ആണ് നടത്തുന്നതെന്ന്. ഇപ്പം പയർ പായസത്തിന് ഫേമസ് ആയിരിക്കണം. എന്താണ് പയർ പായസം? വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്താലേ ഇനി ചേറി പോകാൻ പറ്റൂ. ഇനി ചേറി പോയാലേ റീച്ച് ഉണ്ടാവൂ. റീച്ച് ഉണ്ടായാലേ ഞം കഴിക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റിൽ നിന്നൊക്കെ ഔട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ ഒരു പ്രത്യേകതരം ഗക്കൂസാണത്. ദിസ് ടോയ്ലറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ സോൾഡിങ്. ഇതൊക്കെ കറക്റ്റ് ഇംഗ്ലീഷാണ്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ, എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ഈ സ്ത്രീക്കെതിരെ നമ്മൾ എത്രയോ വീഡിയോ ചെയ്തിരിക്കും, എത്രയോ പേര് വീഡിയോ ചെയ്തിരിക്കും. അവർ കൃത്യമായ തെളിവ് ഉൾപ്പെടെ കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. ABC മലയാളം ചാനലിൽ വന്ന ഒരു വാർത്തയാണ്. 18ഓളം കേസ് ഇവർ കോടതി മുഖാന്തരം പല ആണുങ്ങളുടെ പേരിലും കൊടുത്തു. ചെറിയ പ്രായത്തിൽ 40 വയസ്സുള്ള ഒരു പാവപ്പെട്ടവന്, വളരെ ചെറിയ പ്രായം, അണ്ടർ ഏജിലുള്ള സമയത്ത് 40 വയസ്സുള്ള പാവപ്പെട്ട ഒരുത്തനിക്കെതിരെ കൊണ്ടുപോയി അവൻ എവിടെയും കണ്ടാൽ കയറി പിടിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് തന്തയാണ് സാക്ഷി പറഞ്ഞത്. ഓർത്തോണം, ട്രാപ്പിലാക്കുന്ന വഴിയാണ്. ഹണി ട്രാപ്പ് എന്ന അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പെണ്ണ്. ആരെന്നറിയത്തില്ലേ? കഞ്ഞൻ്റെ കിഞ്ഞാ. ഈ ഒരു മിമിക്ക് ഞാൻ കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ പല്ല് മുഴുവൻ കാണണ്ടാത്ത ഒരു അവസ്ഥ വരാത്ത. മുമ്പ് അങ്ങനെയല്ല, കഞ്ഞൻ്റെ കിഞ്ഞാ. പല്ല് മുഴി കഴിഞ്ഞ് വെളിയിലാണ്, നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല, വായൊക്കെ കീറിപ്പോവും. പിന്നെ ആകെ മൊത്തം കീറിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഓക്കെ അതൊക്കെ ഈസി ആയിരിക്കും. എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അപ്പീ വിഷയം പറയാം. 18 കേസുകൾ, അത് ഓരോന്നും വിത്ത് FIR നമ്പർ, എങ്ങനെ അത് റിജക്റ്റായി, എന്താണ് അതിൻ്റെ ആധികാരികത എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ കൂടെയാണ് ഇവരെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയത്. ഈ നമ്പേഴ്സൊക്കെ എടുത്തു, റെഫർ ചെയ്തു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തീർച്ചയായിട്ടും 10-18 പേര് ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് ഇവളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കും, എന്നിട്ട് അവരെടുത്ത് കോംപ്രമൈസ് ചെയ്യും, എന്നിട്ട് കോംപ്രമൈസ് ചെയ്യാനൊരു തുക വാങ്ങിച്ചെടുക്കും. ദിസ് ഈസ് കാൾഡ് ഹണി ട്രാപ്പ് ഇൻ കൊയിലാണ്ടി കക്കൂസ്. അപ്പോൾ കൊയിലാണ്ടിക്കാർക്ക് ചുണയില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു ക്രൈം നമ്മളെ കൺമുന്നിൽ കാണുകയാണെങ്കിൽ ആദ്യം ആര് പ്രതികരിക്കണം എന്ന് പറയാം? നാട്ടുകാർ പ്രതികരിക്കണം. രണ്ടാമതാര്? ഭരണാധികാരികൾ പ്രതികരിക്കണം. മൂന്നാമതോ വീട്ടുകാർ പ്രതികരിക്കണം. ഈ 3 ടേമും പരാജയപ്പെട്ട ഒരു സാധനമാണ് അവളെ ഇതുകൊണ്ട് ചെയ്യിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരന്തരമായി എന്തെങ്കിലുമൊക്കെ കുത്തിക്കഴപ്പും കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അവളുടെ കാര്യം. എന്തെങ്കിലും ഒരു ആശയപരമായ ചർച്ചയോ സമകാലിക വിഷയമോ ഒന്നുമല്ല അവളുടെ ഇത്. കുർണേട്ട ഇവിടെ വരൂ, എൻ്റെ മടിയിൽ കിടക്കൂ, കുർണേട്ടൻ കുറേ ആംഗ്യ ഭാഷകൾ കാണിക്കും. ഗസ്റ്റേഴ്സാണ്. ആ ഗസ്റ്റേഴ്സ് മുഴുക്ക ലതാണ്. ഏത്? മറ്റത് രതിസുഖ സേറമെന്നി, അത് തന്നെ. അപ്പോൾ ഈ സ്ത്രീ നിരന്തരം കണ്ണന വെച്ച് ഇങ്ങനെ അപമാനിക്കുന്നതിന് എതിരെ ഒത്തിരി പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ലസീത പാലക്കലിനോട് ആദ്യമായിട്ട് പാപം തോന്നി. അവൾ മടുത്തെന്ന് തോന്നുന്നു. യച്ചാതി പറഞ്ഞിട്ടും നടക്കുന്നില്ല. ഈ കേസുകളൊക്കെ നിലനിൽക്കെ വീണ്ടും കേസുകൾ കൊണ്ട് കൊടുത്ത് ആളുകളെ പെടുത്തുന്ന ഒരു രീതി ഇവക്കുണ്ട്. ഈ പറഞ്ഞ് എനിക്കിത് എപ്പോൾ റിയലൈസ് ചെയ്തെന്നറിയാമോ? ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് പോലും അറിയാതെ, ഇൻസ്റ്റാഗ്രാമിൽ ആർക്കും മെസ്സേജ് പോലും അയക്കാത്ത എൻ്റെ 2 പിള്ളേർ ഇവക്ക് I love you എന്ന് മലയാളത്തിൽ എഴുതി അയച്ചെന്ന് പറഞ്ഞു. പിള്ളേർക്ക് മലയാളം അറിയത്തില്ല കേട്ടോ, എഴുതാനും വായിച്ചാലും അറിയത്തില്ല, പറയും. പക്ഷെ അത് പുള്ളിക്കാരത്തി പറഞ്ഞ കള്ളമായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് ഞാൻ ശരിക്കും 18 പേരുടെ ഒരു അവസ്ഥയെന്ന് അന്തം വിട്ടു. ഞാൻ ഓരോരുത്തരുടെയും വീട്ടിൽ പോയിരുന്നു കേട്ടോ, ഓരോരുത്തരെ പറ്റി അന്വേഷിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞത് ആ 40 വയസ്സുള്ള ആ മനുഷ്യനുണ്ടല്ലോ, ഇവള് ആദ്യം കേസ് കൊടുത്ത് 6 ലക്ഷം രൂപ കൈപ്പണം പറ്റുക. അയാളെ ഭാര്യ ഉപേക്ഷിച്ചു, അയാളുടെ ജീവിതം പടുനരകമായിട്ട് പാവ എവിടെയോ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. കഷ്ടമാണ് കേട്ടോ. ഒരുപാട് പേരുണ്ട്. ചെറുപ്പക്കാരൻ പയ്യനെ ഇവള് പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹിറ്റാക്കി കൊണ്ടുവന്നിട്ട് ആ ചെറുക്കനാണെങ്കിൽ കൊച്ചു പയ്യൻ, അവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല. അമ്മയും മകനും മാത്രമുള്ളൊരു കുടുംബം. ആ അമ്മയുടെ ആകെ ആശ്രയമാണ് ഈ കുട്ടി. അതിപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അതിനെ എന്തോരം ഉപദ്രവിച്ചെന്നറിയാമോ? സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായി നിന്നൊരു ചെറുക്കന ഇവള് ഹണി ട്രാപ്പിൽ പെടുത്തി. അവൾ ഡോക്ടറാണെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നും അവളെ അങ്ങനെ ചെയ്തു എന്നും അവൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് കാശിന് വേണ്ടി. പക്ഷെ അവൻ എന്ത് ചെയ്തു? ധൈര്യസമേതം പൊരുതി. കോടതിയിൽ അവൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് കണ്ട് ഇവളെടുത്ത് വാണിംഗ് ആണ് കൊടുത്തത്. വെച്ചിട്ട് പാടി ഡെയിലി ഈ ഒരാളെ ഒരു വട്ടം പീഡിപ്പിച്ച്, ശരി, പലവട്ടം പലരാൽ പീഡിപ്പിക്കപ്പെടുന്നതിന് നമ്മുടെ നാട്ടിൽ പറയണത് അമരാവതം അല്ലേ, എന്തോ. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു അമരാവതി സ്ത്രീയാണത്. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിയ ഒരാളും അതിനകത്തേക്ക് കുത്തി കയറത്തില്ല. സ്പെഷ്യലി ഞാൻ പറയുമ്പോൾ ശബരിമല കേസ് അറിയാമല്ലോ. ഞാൻ ആ ഒരു ഭരണഘടനാ ലംഘനം എന്നുള്ള ടൈമിൽ എനിക്ക് ആ വിധി ഇഷ്ടപ്പെട്ടു എങ്കിൽ പോലും
അവിടെ വിശ്വാസികൾക്കുള്ള സ്പേസാണ്. വിശ്വാസികൾക്ക് അത് അംഗീകരിച്ചെങ്കിൽ വിശ്വാസികൾ അങ്ങനെ അംഗീകരിച്ചു പോട്ടെ. അതിൻ്റെ ബിഹൈൻഡ് ഒരു സ്റ്റോറിയും ഉണ്ടെന്നുള്ളതാണ്. കാടായിരുന്നു, പട്ടിക്കാട്, ഭയങ്കരമായ കാടാണ്. ആ കാട്ടിലേക്ക് ഈ പ്രായത്തിലുള്ള ഈ പ്രായപരിധിയിലുള്ളവർ പോകുന്നത് സേഫ് അല്ല. പ്രത്യേകിച്ച് ആർത്തവ രക്തമൊക്കെ കൊണ്ടുപോയാൽ കാട്ടിലെ മൃഗങ്ങൾക്ക് പെട്ടെന്ന് മണം പിടിക്കും, അവർ വന്ന് തൂക്കിക്കൊണ്ട് പോകും. അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ടെക്നിക്കൽ ഇഷ്യൂസ് ആണെന്നാണ് ഞാൻ തെറ്റിദ്ധരിക്കുന്നത്. ഇത് ശരിയായ ധാരണയാണെന്ന് എനിക്കറിയത്തില്ല. അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ന പരിധത്തിലുള്ള ഒരാളെ ആർത്തവത്തിൻ്റെ പേരിൽ നീക്കി നിർത്തുക എന്നുള്ളത്. എല്ലാ അമ്പലത്തിലും അങ്ങനെ ഒരു അലിഖിത നിയമമുണ്ട്. ലിഖിതമോ അലിഖിതമോ പെണ്ണുങ്ങളത് മനഃപൂർവ്വമായിട്ട് അനുസരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോകാറില്ല. അപ്പം ഇസ്ലാമിയരും അങ്ങനെ തന്നെയാണ്. അവർ നമസ്കരിക്കത്തില്ല. ആ സമയത്ത് തൊട്ടുകൂടായ്മ അവരും കീപ്പ് ചെയ്യുന്നുണ്ട്. റെസ്റ്റ് വേണമെന്നുള്ള ഒരു സാധനത്തിനെ തൊട്ടുകൂടായ്മയാക്കി കൊണ്ടുവന്നത് പെണ്ണുങ്ങൾ തന്നെയാണ്. ഞാൻ എന്നിട്ട് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് ഇവളുമാർ കടക്കും. അതാണ് നടക്കുന്നത്. അപ്പം ഇതേപോലെ തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ബേസിക്കലി ഞാൻ പോയിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ. ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ പോവുക, പുറത്തു നിന്ന് തൊഴുക. കൃഷ്ണന് നമ്മൾ വന്നു എന്ന് പ്രസൻസ് അദ്ദേഹത്തിന് കിട്ടുമല്ലോ. അദ്ദേഹത്തിന് കാണാൻ പറ്റാത്ത സ്ഥലമൊന്നും അല്ലല്ലോ. അദ്ദേഹം അവിടെ നിന്ന് കണ്ടാൽ മതി. അതിനകത്ത് കുത്തി കയറി അവിടുത്തെ ഒരു വൃത്തികേടിനായിട്ട് പോയിക്കണം. ശുദ്ധി കലശമൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഭരണഘടനയ്ക്ക് ഇത് വെച്ചിട്ടാണെങ്കിൽ അത് പ്രശ്നമാണ്. എന്നാൽ പോലും അവർക്കൊരു വിശ്വാസമുണ്ട്. അവിടെ ഉള്ളവർക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് തട്ടിക്കേൾക്കാനുമായിട്ട് അങ്ങോട്ട് തള്ളി കയറുന്ന എന്താ? അത് ദേവസ്വം ബോർഡിൻ്റെ ഇത് ഉടമസ്ഥ ഇരിക്കുന്നതല്ലേ? നിങ്ങളുടെ കൊച്ചപ്പൻ്റെ ഇളയപ്പൻ്റെ ഒന്നും സ്ഥലമല്ലല്ലോ. നിങ്ങളതിനെ അങ്ങോട്ട് തള്ളി കയറുന്നേ? അത് റോഡിന് നടുക്കം കാണാൻ കൊണ്ടുവച്ചിരിക്കുകയാണോ? അല്ലല്ലോ. ആ ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ മുഖം തന്നെ, അതിൻ്റെ പ്രതിച്ഛായ തന്നെ ആ ഗുരുവായൂർ അമ്പലമാണ്. എന്തിനാ അവിടെ പോയി ശല്യം ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഒരു ഹിന്ദു മതവിശ്വാസി ഒരു പെണ്ണെന്താന്നൊക്കെയോ പൊട്ടുമൊക്കെ വെച്ച് മുടിയുമൊക്കെ പിരുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച പള്ളിക്ക് ഞാൻ വരും, പള്ളിക്കകത്ത് ഞാൻ കയറും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. മറ്റു മതവിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ക്രൈസ്തവരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. അവർ പിന്നെ ഇതൊന്നും കൺസേൺ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. തലയിൽ തട്ടവിട്ടുകൊണ്ട് വരുന്നേ, പൊട്ടുകുത്തിക്കൊണ്ട് വന്നാൽ ഒന്നുമില്ല. അവർക്ക് പിന്നെ ആളെ കൂട്ടണം. കുഞ്ഞാടുകൾ കൂടുന്നതാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് അവിടെ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇത് രണ്ട് വിഭാഗവും നേർ വിപരീതമായി നിൽക്കുന്നതാണ്. അവിടേക്ക് ഈ മതവിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്ന, നീ ഇല്ല എന്ന് അവൾ പറഞ്ഞാൽ പോലും അവളുടെ പേരും ബാക്കിയുള്ളതും ഒക്കെ വെച്ച് അവൾ അങ്ങനെ ഒരു വിശ്വാസി തന്നെയാണ്. അവൾ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഭാവിയിൽ ആ കുഞ്ഞുങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് സത്യം. ആ കുട്ടികൾക്കിടെ ഗതികേടാണ്. ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ചില്ലറ ബുദ്ധിമുട്ടൊന്നും ആയിരിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം, ഒരു സർക്കിളിൽ ജീവിക്കുകയാണ്. ആ സർക്കിൾ വിട്ടവർക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. ആ കുഞ്ഞുങ്ങൾ, എനിക്കൊന്ന് ആ ചെറുക്കൻ്റെ കൈ കൊണ്ടിന് തീരും. അങ്ങനെയാണ് സംഭവം. പിന്നെ കുർണേട്ടനെയും കൊണ്ട് നടപ്പ്. കുർണേട്ടൻ എന്ന് പറയുന്നത്, കുർണേട്ടൻ്റെ വാപ്പ മുസ്ലിമാണ്, ഉമ്മയാണ് ഈ ഹിന്ദു. അപ്പം അവർ ഈ മതവിശ്വാസത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതും ആയിക്കോട്ടെ, അതൊന്നും തർക്കമില്ല. പക്ഷേ നമ്മൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ പോക്ക് ചെയ്യാൻ നമ്മളുടെ ബർത്ത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. കുർണേട്ടനെ കെട്ടി നീ ഹിന്ദുവായിട്ട് ജീവിച്ച ഒരു കുഴപ്പമില്ല. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നത് നീ മനഃപൂർവ്വം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ്. കെന്നിൻ്റെ കിഞ്ഞ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളി കയറുന്നത് ഹറാം പറപ്പും ഉണ്ടാണ്. നീ ഹറാത്തി പറഞ്ഞു തന്നെ, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവിൽ നമ്മൾ ഇത്രയധികം ഇൻഫർമേഷൻ പലയിടങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും ഈ പറയുന്ന ജസ്നയ്ക്കെതിരെ പലയിടങ്ങളിൽ നിന്നും പലരും വിശദീകരണവും കൃത്യമായ എവിഡൻസും വെച്ച് പറഞ്ഞിട്ട് പോലും ആ നാട്ടുകാർക്ക് പ്രതികരണ ശേഷി ഇല്ലാത്തതിൻ്റെ ഒരു ഫലമല്ലേ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. കൊയിലാണ്ടിക്കാർക്ക് ഒരു രീതിയിലൊരു പ്രതികരണ ശേഷിയില്ല. അവിടെയുള്ള അമ്മമാരെന്തിയെ? അവിടെയുള്ള വിശ്വാസികൾക്ക് എന്താ? നിങ്ങളുടെ മതവിശ്വാസത്തിനെ അവഹേളിക്കുന്ന, നിത്യേന അവഹേളിക്കുന്ന ഈ സ്ത്രീയെ കായികപരമായും നിയമപരമായും കൈകാര്യം ചെയ്യേണ്ടത് കൊയിലാണ്ടിക്കാരാണ്, കൊയിലാണ്ടിയിലുള്ളവരാണ്. അവർ ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഇത് എൻഡുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ സ്ത്രീ നിരന്തരം ഇത് ചെയ്യും. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പയറ് പായസം ഉണ്ടാക്കി അങ്ങോട്ട് തള്ളുകയാണ്. നമ്മളൊക്കെ അമ്പലത്തിൽ പോയി പായസം വാങ്ങിത്തരും. ഞാനൊക്കെ പായസം വാങ്ങാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ പോകുന്നുണ്ട് ചില സമയത്തൊക്കെ. അപ്പോൾ അത് ഇവള് അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയാണെന്ന്. നീ കൃഷ്ണന് പായസം ഉണ്ടാക്കി നിൻ്റെ വീട്ടിൽ വെച്ചാൽ മതി, കൃഷ്ണൻ അവിടെ ഒന്ന് കഴിച്ചോളൂ. നിനക്ക് നന്നായിട്ടറിയാം നിൻ്റെ വീട്ടിനകത്ത് കൃഷ്ണനെന്നല്ല ലോകത്തൊരു മനുഷ്യന് വരത്തില്ല, വൃത്തിയുള്ള ഒരുത്തനും അതിനകത്ത് കയറത്തില്ല. വന്ന അതും കവറും കൊണ്ടുവരും, ടിഷ്യൂവും കൊണ്ടുവരും. എന്തതിനപ്പുറം വേറെ ഒന്നിനും കൊള്ളാത്തൊരു വീടാണത്. അങ്ങനെയുള്ളൊരു ജന്തു കൃഷ്ണനിക്ക് എന്തരാ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്? എന്തരാണ് എൻ്റെ പിള്ളേ എന്താണ് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ കൃഷ്ണൻ്റെ ഒരു കഷ്ടപ്പാട് ഓർക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ദുരന്തം എൻ്റെ തലയിൽ കയറി ഇരിക്കണമെന്നായിരിക്കും ദൈവം തന്നെ വിചാരിക്കുന്നത്. ദൈവത്തിന് മാറ്റാൻ പറ്റാത്തതായി ഒന്നുമില്ല. ഇവിടെ നാക്ക് ചവിട്ടിത്താത്ത ഒരു ചാലും ചവിട്ടി ഓടിച്ച് അവിടെ എങ്ങനെ ഇടുന്നതിന് പകരം നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവളുടെ വീഡിയോ എടുത്ത് ചെയ്ത് അവളെ വൈറലാക്കുമ്പോൾ അവൾക്കത് ബെനിഫിറ്റാണെന്ന് ഓർക്കുക. അതങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമ്മളവളെ എയർ കയറ്റണം. അത് എയറൊന്നുമല്ല, അവർക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് ആണ് കിട്ടുന്നത്. ഇപ്പം ഞാൻ വീഡിയോ ഇട്ടു, എല്ലാവരും പോയി നോക്കും അവിടെ എന്താ നടന്നേ, അവരെന്താ, അവർക്ക് നല്ല വ്യൂ പോകും. അതാണ് അവളുടെ ഉദ്ദേശവും.
അപ്പോൾ ആ കൊയിലാണ്ടി കക്കൂസിനെ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം നാട്ടുകാർക്കാണ്. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്തെങ്കിലും ഒരു മോശം കണ്ടാൽ നമ്മളത് പറയാൻ ശ്രമിക്കണ്ടേ? ആ നാട്ടുകാർക്ക് എന്താ നാക്കില്ലേ? അവൾ വേറെ എന്തോ പറയട്ടെ, ആരോടെ തർക്കമോ വഴക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള കള്ളക്കേസുകൾ കൊടുക്കുകയോ എന്ത് വേണോ ചെയ്തോട്ടെ, സലീമിനെ കൊന്നു കുഴിച്ചു മൂടുകയോ എന്നിട്ട് കുറുനേട്ടനുമായിട്ട് രതിസുഖസാരം അന്വേഷിക്കുകയോ എന്തോ ചെയ്തോട്ടെ. പക്ഷേ ഇത്രയും വൈകാരികമായ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തല്ലിച്ചാകാൻ മാത്രം ചാൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിയിലേക്ക് അവൾ ഇറങ്ങി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ജനം അതിലിടപെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇനി ഒരു കാര്യം, നിയമപരമായിട്ട് പോലീസുകാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഞാൻ കൊടുത്ത 2 കേസ് ഇവർക്കെതിരെയുള്ളത് എടുത്തിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള സർവത്രവും പോലീസുകാർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതി വിലക്കിയ ഒരു സ്ത്രീയാണ്. കോടതി വിലക്കിയിട്ടുണ്ട്. എന്നിട്ടും കോടതി അലക്ഷ്യം നടത്തുകയാണ് സ്ത്രീ. സത്യത്തിൽ ഈ കോടതി ഇതിനെതിരെ കർശന നടപടി എടുക്കണം. ഒരുത്തി പറഞ്ഞാൽ കേൾക്കില്ല എന്നുണ്ടെങ്കിൽ അവളെ പിടിച്ച് ജയിലിലിട്ട് അവളെ കൊണ്ട് പറഞ്ഞാൽ കേൾപ്പിക്കണം. അതാണ് വേണ്ടത്. അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഹിന്ദുമത വിശ്വാസികൾ തന്നെയാണ്. നമ്മൾ മുസ്ലിങ്ങൾ ഇതിനകത്ത് യാതൊരു രീതിയിലും ഇല്ല. അവളെ ഒരു രീതിയിലും നമ്മൾ അക്സെപ്റ്റും ചെയ്യുന്നില്ല, ഒരുത്തർക്കും ഇഷ്ടവും ഇല്ല. അവൾ തന്നെ പറഞ്ഞു ഞാൻ മതം വിട്ടു എന്ന് അവൾ പറഞ്ഞിരിക്കുന്നിടത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള മനുഷ്യരാണ്. അത് ഗുരുവായൂരിൽ അവൾ കയറണ്ടെന്നോ കയറില്ലെന്നോ അതൊന്നുമല്ല. ഇത് അവൾ നിങ്ങളെ കളിയാക്കുകയാണ്. അവൾക്ക് വിശ്വാസമാണെന്നാണ് നിങ്ങൾ വിചാരിക്കണേ? ഒരിക്കലുമല്ല. വിശ്വാസികൾ ഇങ്ങനെ ചെയ്യത്തില്ല, അത് മനസ്സിലാക്കുക. അപ്പം നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് ഹനിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കത്തില്ല. ദൈവഭയമുള്ളവരാരും ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യില്ല. യഥാർത്ഥ ദൈവവിശ്വാസി തെറ്റിലേക്ക് പോവില്ല എന്നുള്ളതാണ്. കാരണം അവന് ദൈവത്തിനെ പേടിയാണ്. ദൈവം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളത് അറിയാമല്ലോ. ഈ കർമ്മയൊക്കെ അപ് ടു സെക്കൻഡ് ഇത് ഇങ്ങോട്ട് വരികയാണ്. അവിടെയും കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയെ ഇങ്ങനെ കയറൂരി വിടുന്നതിൻ്റെ ഒരു കാരണം ആ നാട്ടുകാരുടെ മോശമാണ്. നാട്ടുകാർ ശരിയല്ലാത്തത് കൊണ്ടാണ്. നാട്ടുകാർ പ്രവർത്തിക്കേണ്ടത് നാട്ടുകാർ തന്നെ പ്രവർത്തിക്കണം. ഞാൻ ഇവളുടെ മഹലിലൊക്കെ പോയിരുന്നു, പട്ടി പോലും അടുപ്പിക്കൂല. ഇവളെയോ സലീമിനെയോ ഒന്നും മഹലിൽ നിന്ന് കയറ്റത്തില്ല. മഹല് പിടിച്ച് പുറത്താക്കിയ കേസുകളാണ്. പിന്നെ ചത്തു പോകുമ്പോൾ എടുത്ത് കുഴിച്ചിടണ്ടേന്നുള്ളത് കൊണ്ട് അവരാരും മിണ്ടുന്നില്ല. ഇവളെ തന്ത പണമൊക്കെ കെട്ടിക്കൊണ്ടിരുന്നതാണ്. അവർ ആ വരിപ്പണം പോലും വേണ്ട, അവൻ വേണ്ട എന്നുള്ള രീതിയിൽ അവളെ കുടുംബത്തിനെ തന്നെ നീക്കി വെച്ചിരിക്കുകയാണ്. ആകെ നനഞ്ഞാൽ പിന്നെ കുളിരില്ല എന്നുള്ളതല്ലേ. എത്രയോ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് ആളുകൾ തീരുന്നു. ഇതിനെ വെള്ളം എടുത്തുകൊണ്ട് പോകാത്ത എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാൾ മരണപ്പെടുന്നത് സന്തോഷമാണോ എന്ന് വെച്ചാൽ അല്ല. എന്തുകൊണ്ട് അവളെ പറയണമെന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണൽ ഗഡ്ജോ ഒന്നുമല്ല. നിങ്ങൾക്കതിൻ്റെ ഡെപ്ത് മനസ്സിലാവേണ്ടതാണ്. നമ്മുടെ നാട് ഏറ്റവും സുന്ദരമാണ്. കേരളം ഏറ്റവും സൗഹൃദപരമായ ഒരു അന്തരീക്ഷമുള്ള നാടാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഒരു പെണ്ണ് അങ്ങ് മധ്യപ്രദേശിൽ നിന്ന് ഒരു പെണ്ണും ചെറുക്കനും കൂടെ ഇവിടെ വന്നാണ് താമസിച്ചത്. കാരണം ഇവിടുത്തെ സേഫ്റ്റി ഈ ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തിലും ഇല്ല. നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു വിഷയത്തിൽ മതമൈത്രിയുള്ള നാട് വേറെ എങ്ങുമില്ല. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ എമ്പാടും മിക്സഡ് ആയിട്ടുള്ള വിവാഹങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഹിന്ദു വിശ്വാസിയും മുസ്ലിമിനെ കിട്ടുന്നു, മുസ്ലിം അങ്ങോട്ട് കിട്ടുന്നു. ഇതൊന്നും ഒരു ട്രബിളല്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയില്ല. അങ്ങനെ എത്രയോ ജനറേഷൻ ഉണ്ടായിട്ടുണ്ട്. 1-2 തലമുറ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവളുടെ ഈ പ്രവൃത്തി കാരണം അവർക്ക് ഇസ്ലാമിയരോടൊരു ദേഷ്യം വരിക, ഇസ്ലാം സ്ത്രീകളോടൊരു വെറുപ്പ് വരിക, അതിൽ കൂടെ ഒരു ട്രബിൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം 2 വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കും. ഒരു കലാപം ഉണ്ടാകും. ആ കലാപത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണെന്ന് ആലോചിക്കും. ബോധമില്ലാത്ത മനുഷ്യരായിരിക്കും ഇറങ്ങി വെട്ടയും കുത്തുകയും ചെയ്യുന്നത്. ഗുജറാത്തിൽ നടന്ന എന്താണ് ആ മനുഷ്യർക്ക് അറിയോ? ഇന്നലെ വരെ നമ്മളെ കൂടെ സ്നേഹിച്ചിരുന്നു. പാല് കറന്ന് കൊണ്ടുപോയി കൊടുത്ത് അത് വാങ്ങിച്ച് ചായ ഇട്ട് കുടിച്ചോ. രാത്രിയായപ്പം വെട്ടുകത്തിയും കൊണ്ടുവന്ന് നിൽക്കുകയാണ് അവൻ്റെ സുനായും കൊണ്ട്. 1 കുത്തിക്കയറ്റ്, 2 കത്തി കുത്തിക്കയറ്റും. ഇത് രണ്ടും ചെയ്യുകയാണ്. ഇന്നലെ വരെ ചേച്ചി മറ്റേത് ബായി എന്ന് വിളിച്ചുകൊണ്ട് നിന്നവനാണ് അത് ചെയ്തിട്ടുള്ളത്. അവരുടെ തലച്ചോറിലേക്ക് ഇത് ഇടിച്ച് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കലാപമാണ്. ഈ സ്ത്രീ കലാപ ആഹ്വാനമാണ് നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കോടതി പണിഷ്മെൻറ്റ് കൊടുത്തിട്ടും പൊതുസമൂഹം അത് കണ്ടിട്ട് ചുമ്മാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ആ സ്ത്രീയെ അകരാതിയിൽ അടുപ്പിക്കാതിരിക്കുക എന്നുള്ളത് അവിടെയുള്ള മനുഷ്യർ ചിന്തിക്കണം. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇവളൊക്കെ എല്ലാവർക്കും മനസ്സിലാവില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയാമല്ലോ. കിണിച്ചുകൊണ്ട് പോയി ഫോട്ടോ എടുക്കുക, അത് ചെവിക്കൽ വിളക്കൊരെണ്ണം കൊടുക്കാൻ എന്തുകൊണ്ട് അവിടുത്തെ ഭക്തർക്ക് പറ്റുന്നില്ല? ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കൂ. എത്രയോ മനുഷ്യർ അവരുടെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സ്വാതന്ത്ര്യമൊക്കെ നേടിത്തന്നത്. അവരവരുടെ ജീവൻ കളയേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയിട്ടിരുന്നെങ്കിൽ നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമോ? ഇതുപോലൊരു അവസ്ഥ തന്നെയാണ് ഈ സിറ്റുവേഷനും. ഇവളെയും ആ കുറുണനെയും കൂടെ നാട്ടിൽ റോട്ടിലിട്ട് നല്ല പൊട്ടിയിലാണ് പൊട്ടിക്കേണ്ടത്. നല്ല അടിയാണ് അവന് പറ്റിക്കേണ്ടത്. അത് ഗുരുവായൂരുള്ള അവിടെ കട നടത്തുന്നവരായിരുന്നാലും അവിടെ ഉള്ളവരായിരുന്നാലും നല്ല പൊട്ടിയിൽ കൊടുത്താണ്. മേല് നൊന്ത ഇറച്ചിയിൽ മണ്ണ് പറ്റിയ അപ്പം തീരും കുത്തിക്കിഴപ്പ്. ഇത് അത്യാവശ്യം റീച്ചിന് വേണ്ടിയിട്ട് അവൾ പയറ് പായസം ഉണ്ടാക്കിക്കൊണ്ട് കൊച്ചുങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ പറ. അങ്ങ് നടക്കുകയാണ് അമരാവതിച്ച്. ഈ ഒരു വൃത്തികെട്ട സാധനമാണ്. എത്ര വട്ടം പറഞ്ഞ്
കോടതിയെ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ 100% അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവർക്ക് കോടതി കൊടുക്കേണ്ട പരിഗണന ജയിലിലേക്കാണ്. അതുപോലെ അവിടെ പോയി അവള് കിടക്കുന്നില്ലേ, അതുപോലെ കിടക്കട്ടെന്ന് കൊണ്ടുപോയി ഇവളെ കൊണ്ട് കിടത്തേണ്ട സെല്ല് ഏതാണെന്നറിയാം, ഗോവിന്ദച്ചാമിയുടെ സെല്ലിനകത്താണ്. അവിടെ ആകുമ്പോൾ ഇവളുടെ സർവ്വ പ്രശ്നത്തിനും പരിഹാരവും അവൻ കണ്ടെത്തി കൊടുക്കും. ഡെയിലി ഒരു 16 എണ്ണം വെച്ച് അവൻ കൊടുത്തോളൂ. ഇവളെ സർവ്വ പ്രശ്നവും ഗോവിന്ദച്ചാമിക്ക് പരിഹരിക്കാൻ പറ്റും. ഗോവിന്ദച്ചാമിക്ക് ഒരു റിലീഫാവും. ഈ നാറിയെ കൊണ്ട് നമ്മുടെ ശല്യവും നമുക്കിടയിലുള്ള ശല്യവും ഒന്ന് മാറി കിട്ടും. അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ കുറേ പേര്, അതായത് സംഘപുത്രിമാരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ബഹളം വയ്ക്കുന്നു. നിങ്ങൾക്ക് ഈ ബഹളം വയ്ക്കാനേ അറിയാവൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ്റ് ആയിട്ട് ചേർന്ന് ഇതിനെതിരെ ഒരു ഇതുണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് എല്ലാം ഇപ്പോഴും സർക്കാർ വരട്ടെ അല്ലെങ്കിൽ നാട്ടുകാർ വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നിങ്ങൾ ഇറങ്ങുന്നേ. നിങ്ങൾക്ക് എന്താ ഇറങ്ങാൻ ബുദ്ധിമുട്ട്? നിങ്ങൾ ഇറങ്ങുക, അടങ്ങിയിരിക്കാൻ പറയുക, അത് അവക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക എന്നുള്ളതാണ്. ഒത്തിരി പേരുടെ ജീവിതം വെച്ച് കളിച്ച സ്ത്രീയാണ്. 10-18 ആണുങ്ങളുടെ ജീവിതം കോടതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അവൾ ഏറ്റവും വലിയ കള്ളിയാണെന്ന് ഒരു 100 വട്ടം പറഞ്ഞു. ഇതിന് ഗോകുലം ഗോപാലെണ്ണം കുറേ നാൾ ഇവളുടെ അടിമയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പേടിച്ച് മാറിയിരുന്നു. നിങ്ങൾ ആരെ ഭയക്കുന്നത്? ഈ പോലീസുകാരെ വിളിച്ച് അവളുടെ മറ്റേ ആൾക്കാർ കറക്കുമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ അവിടെ ചെന്ന് കാര്യം പറയണം, ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെന്ന് പറയണം. അല്ലെങ്കിൽ ഇവിടെ ചാനൽ ബാൻ ചെയ്യണം. അവൾ എവിടെ പോട്ട് അവൾ പയറ് പായസം ഉണ്ടാക്കിയ കാടി കലക്കി കൊടുക്കേ എന്താ ചെയ്യട്ടെ? ഭക്തയായ ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യമാണോ ഇതെന്ന് നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാകും. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണതിനെ, മെൻ്റലാണ്, സൈക്കോ. അതിനെ കൊണ്ടുപോയി മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇടൂ. ഈ എന്തിൻ്റെ ഇപ്പം എന്താണ് കൃഷ്ണൻ ഇപ്പോൾ പയറ് എനിക്ക് എന്തിനാ ആവശ്യം? ഇവളെ പയറ് പായസം കുടിക്കാനായിട്ട് കിട്ടാൻ എനിക്ക് എന്താ ബുദ്ധിമുട്ടാണ്? നമ്മളിപ്പോൾ എന്താണ് അർച്ചന, നിവേദ്യം, ഇതൊക്കെ എന്തിനാ നമ്മൾ കൊടുക്കണേ? എന്തിനാ അത് കൊടുക്കുന്ന? അപ്പം നമ്മളവിടെ ആർക്കെങ്കിലും ഇപ്പം നേർച്ച കൊടുക്കും, നമ്മൾ പൈസയോ പായസമോ ഒക്കെ നമ്മൾ നേർച്ച കൊടുക്കും. അത് പിന്നെ അവിടെ പൂജിച്ച് അത് കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്കാണ് അത് കൊടുക്കുന്നത്. ഇവളുടെ പായസക്കന്നി ആരെങ്കിലും വാങ്ങിച്ചെടുക്കുമോ? അവിടെ ഇരുന്ന് വളിച്ച് ദൂരെ എടുത്തെറിയും. എന്തിനാ ഇത് കാണിക്കാൻ പോകുന്നേ? ഇത് വാങ്ങിക്കാനും അത്ര ദാരിദ്ര്യമോ ഗുരുവായൂരപ്പന്? എവളെ കഞ്ഞി കുടിക്കാനും മാത്രം? എത്രയോ പേരുടെ കണ്ണീരാണ് അവൾ ഈ അർമാദിക്കുന്ന, എത്രയോ പേരുടെ കണ്ണീരാണ്. ഒരു കേസ് വന്നാൽ നിങ്ങൾക്കറിയാലോ, ഒരു കേസ് വരുമ്പോൾ പലരും കേസ് വരും എന്ന് പറയുമ്പം ആ കേസിൻ്റെ പ്രോബ്ലം അത്രത്തോളം തീവ്രമാണ്. അപ്പോൾ 18ഓളം പേർക്കെതിരെ ഇതുപോലെ കള്ളക്കേസ് കൊടുത്ത് കോടതി തന്നെ അത് മനസ്സിലാക്കി ഇവളുടെ കേസ് ഇനി കോടതിയിൽ എടുക്കണ്ട എന്നൊരു തീരുമാനം വരെ കോടതി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെന്ത് മനസ്സിലാകാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൊയിലാണ്ടിക്കാരോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് എന്തത് മനസ്സിലാകാത്തത്? ഇത്തരത്തിൽ വർഗീയത പറയുന്ന ഓരോ സ്ത്രീകൾക്കെതിരെയും കർശനമായി നടപടിയെടുക്കുക. വിവരക്കേടാണ്. 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല, യാതൊരു പൊതുബോധമില്ല, എങ്ങോട്ട് സഞ്ചരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകിയോ ഒരു വിവരവും ജ്ഞാനോ ഇല്ലാത്ത ഒരുത്തിയെ കൃഷ്ണന്റെ ഫോട്ടോ കോപ്പി അടിച്ച് വരയ്ക്കണോ എന്നൊരൊറ്റ കാരണത്തിൽ നിങ്ങൾ തൂക്കി തലയിൽ വെച്ചിരിക്കുന്നതാണ്. കൃഷ്ണന് തന്നെ അപമാനമാണെന്നേ ഞാൻ പറയുള്ളൂ. സത്യമായിട്ട് കൃഷ്ണൻ തന്നെ അപമാനമാണ്. ഇവിടെ ചാത്തന്നൂർ ഒരു സ്ത്രീ ഇവരുടെ ഒരു വീഡിയോ, ഒരു ഫോട്ടോ വാങ്ങി, അവർക്കൊരു ചാനലുണ്ട്, അതിൽ കൂടെ അവർ തുറന്നു പറഞ്ഞ കാര്യമാണ്. ഇത് വാങ്ങി വെച്ച ശേഷം എനിക്ക് നഷ്ടങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളുമേ ഉണ്ടായിട്ടുള്ളൂ, സ്ത്രീയെ വിശ്വസിക്കരുത് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ പറഞ്ഞാലും നിങ്ങളൊന്നും വിശ്വസിക്കത്തില്ല, നിങ്ങൾ അതിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല അടി കൊയിലാണ്ടിക്കാർക്കാണ് കൊടുക്കേണ്ടത്. കൊയിലാണ്ടിയിലുള്ള ഒരു മനുഷ്യരെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റത്തില്ല എന്നങ്ങോട്ട് ഗുരുവായൂർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവരിളയിക്കുള്ളൂ. നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെന്ന് പറഞ്ഞാൽ അവരിളയിക്കുള്ളൂ. മുമ്പൊക്കെ എത്രയോ നല്ല റീൽസ് വരുമായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുട്ടികൾ പോയിട്ട് റീൽസ് ഇടുമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് റീൽസ് ഇടുന്നത്, കുട്ടികൾ തനിച്ചു പോയി റീൽസ് ഇടുന്നത്, അതൊക്കെ എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ ആ ഏരിയ പോലും ഫോട്ടോഗ്രാഫി പറ്റാത്തൊരു സാഹചര്യം ഈ നാറി മൂലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇനിയും ഈ നാറി അവിടെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദികൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് പരിസരത്തുള്ള മനുഷ്യരും കൊയിലാണ്ടിക്കാരുമാണ്. അത് അവർ തീരുമാനിക്കേണ്ട കേസാണ്. എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നന്ദി.